വഴിയെ പോകുന്ന സകലരെയും വടിയെടുത്ത് അങ്ങോട്ട് തല്ലാൻ ചെല്ലുക, എന്നിട്ട് അവർ തിരിച്ചു തല്ലാൻ വരുമ്പോൾ എന്നെ ആരും അടിക്കാൻ പാടില്ലേ, വയ്യാത്ത കുട്ടിയാണ് എന്ന് പറയുക. ഇതാണ് ഇറാനിലെ IRGCയുടെ ഇപ്പോഴത്തെ ഒരു ലൈൻ. അമേരിക്കയോടും ഇസ്രയേലിനോടുമുള്ള കലിപ്പ് തീർക്കാൻ ഇപ്പോൾ തുർക്കിയിലെ ആണവ കേന്ദ്രത്തിന് നേരെ വരെ മിസൈൽ അയച്ചിരിക്കുകയാണ് ഇറാൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച തുർക്കിയിലെ ഇൻസെർലിക് വ്യോമതാവളത്തിന് നേരെയാണ് ഇറാൻ മിസൈൽ പ്രയോഗിച്ചത്. അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഇടമാണിത്. കിഴക്കൻ മെഡിറ്ററേനിയന് മുകളിൽ വെച്ച് നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ മിസൈൽ തകർത്ത് നിർവീര്യമാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ദുബായിക്ക് നേരെയും മറ്റു 2 നാറ്റോ താവളങ്ങൾക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി. ഒമാൻ ഉൾക്കടലിൽ വെച്ച് USS എബ്രഹാം ലിങ്കൺ എന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലിനെ ആക്രമിച്ചെന്നും അവർ പിൻവാങ്ങിയെന്നുമൊക്കെ IRGC അവകാശപ്പെടുന്നുണ്ടെങ്കിലും അമേരിക്ക അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. അതിനുള്ള തെളിവുകളൊന്നും തന്നെ ഇറാൻ ഇതുവരെ സമർപ്പിക്കാനുമായിട്ടില്ല. എന്തായാലും നാറ്റോയും അമേരിക്കയും വെറുതെ ഇരിക്കുന്നില്ല. ടെഹ്റാനിലെ വരാമിൻ ജില്ലയിലുള്ള ഈസ്റ്റേൺ ടെഹ്റാൻ കമാൻഡിന്റെ ആസ്ഥാനത്ത് അമേരിക്ക ഇതിനകം അതിരൂക്ഷമായിട്ടുള്ള തിരിച്ചടി നൽകി കഴിഞ്ഞു. ഏതാണ്ട് 9 രാജ്യങ്ങളുമായിട്ടാണ് ഇറാൻ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഇസ്രയേൽ മാത്രമാണ് ശക്തമായി തിരിച്ചടിക്കുന്നത്. ബാക്കിയുള്ളവർ ഇതുവരെ തങ്ങളെ സ്വയം പ്രതിരോധിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇതിനെയൊന്നും യുദ്ധമൊന്നും പറയാൻ കഴിയില്ല. എന്നാൽ ഇനി ആരും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇസ്രയേലിനോടുള്ള പക തീർക്കാൻ തുർക്കിയെയും അസർബൈജാനെയും ആക്രമിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? ഈ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൽ IRGC ഉണ്ടാക്കി വെച്ച വിള്ളലുകൾ മാറ്റിയെടുക്കാൻ ഇറാന് ഇനി പതിറ്റാണ്ടുകൾ വേണ്ടിവരും. ഗൾഫ് രാജ്യങ്ങൾക്ക് മുൻപ് തന്നെ ഇറാനെ വിശ്വാസമില്ലായിരുന്നു. ഈ ആക്രമണങ്ങളോടെ അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു എന്ന് മാത്രം. ആക്രമിക്കപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്കെല്ലാം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ട്. എന്നാൽ ഇറാന്റെ അവസ്ഥ അങ്ങനെയല്ല. IRGCയുടെ പിടിവാശി കാരണം മുച്ചൂടും മുടിഞ്ഞു കിടക്കുന്ന, യാതൊരു വികസനവുമില്ലാതെ എണ്ണയുടെ ബലത്തിൽ മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം. കടൽ കൊള്ളക്കാരെ പോലെ പെരുമാറുന്ന IRGC സേന അഥവാ ഖമേനി പട്ടാളം ലോകശക്തിയായ അമേരിക്കയും ഇസ്രയേലിനെയും അടിച്ചു തോൽപ്പിക്കുമെന്നും ഇവിടെ ചിലർ പകൽകിനാവ് കാണുന്നുണ്ട്. ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്ന എണ്ണക്കപ്പലുകളും യുദ്ധക്കപ്പലുകളും കത്തുന്ന വ്യാജ വീഡിയോകൾ കണ്ടിട്ടാണ് പലരും ഇത് വിശ്വസിക്കുന്നത്. അൽ ജസീറ പോലുള്ള മാധ്യമങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ട പോരാളികൾക്ക് ഊർജം പകരാൻ ഇത്തരം വ്യാജ വാർത്തകൾ വൻതോതിൽ പ്രചരിപ്പിക്കുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുന്നതിന് കാരണം അമേരിക്കയ്ക്ക് പറ്റിയ ഒരു വലിയ പിഴവാണ്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം തന്നെ 2016 പഴയ ഡാറ്റയും കാലഹരണപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഇറാനിൽ ആക്രമണം നടത്താൻ പോയ അമേരിക്ക വരുത്തിവെച്ച പിഴവ്. 160ഓളം സ്കൂൾ കുട്ടികളാണ് ആ ആക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ആദ്യം ഇറാനിലെ 60% ജനങ്ങൾ അമേരിക്കയോടൊപ്പമായിരുന്നു. തെരുവിലിറങ്ങി IRGC ഭരണകൂടത്തിനെതിരെ അവർ പ്രതിഷേധിച്ചിരുന്നു. എന്നാൽ ഈ സ്കൂൾ ആക്രമണത്തോടെ അവരിൽ പലരുടെയും ചിന്താഗതി മാറി. വലിയൊരു വിഭാഗം ജനങ്ങളെ അമേരിക്ക വെറുപ്പിച്ചു എന്ന് തന്നെ പറയാം. ഇപ്പോൾ പലരും IRGCക്കൊപ്പമോ അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാടിലോ ആണ്. ഇറാനിൽ ഒരു ഭരണമാറ്റം സാധ്യമാകണമെങ്കിൽ ജനങ്ങൾ IRGCക്കെതിരെ തിരിയുകയും അവർക്ക് പിന്തുണയുമായി അമേരിക്കൻ കരസേനയ്ക്ക് ഇറാനിൽ പ്രവേശിക്കാൻ കഴിയുകയും വേണം. എന്നാൽ ഇറാന്റെ ഭൂപ്രകൃതിയും നിലവിലെ സാഹചര്യങ്ങളും വെച്ച് അനന്തമായി യുദ്ധം ചെയ്യാൻ അമേരിക്കയ്ക്ക് പരിമിതികളുണ്ട്. എന്നാൽ ഇസ്രയേലിന് എത്ര വർഷം വേണമെങ്കിലും വ്യോമയുദ്ധം ചെയ്യാൻ കഴിയും. എന്തു തന്നെ ആയാലും അമേരിക്കയുടെ ഈ ഒരു പിഴവ് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യത്തെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഒരുപക്ഷെ ട്രംപ് ഇതിൽ നിന്ന് പിന്മാറിയേക്കാം. അതിനാൽ ഇറാനിൽ അവശേഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിൽ എത്രയും പെട്ടെന്ന് പരമാവധി നാശനഷ്ടം സൃഷ്ടിച്ച് യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയുടെ ഭാഗത്ത് എത്ര വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പറയുന്നു, ഇറാനിലെ സാധാരണ ജനങ്ങളും മിഡിൽ ഈസ്റ്റും നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതല്ല, അത് ഖമേനി ഭരണകൂടത്തിന്റെയും IRGCയുടെയും തീവ്രവാദ ചിന്താഗതികളും ആണവമോഹങ്ങളും തന്നെയാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് അവർ ഹൂത്തികളും ഹിസ്ബുള്ളയും പോലുള്ള തീവ്രവാദികൾക്ക് പണം വാരി എറിയുകയാണ്. യാഥാർത്ഥ്യത്തിൽ ദിനംപ്രതി ആയുധങ്ങളും സമ്പത്തും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അവരുടെ പ്രധാന മിസൈൽ ഗോഡൌണുകളും ഷഹീദ് ഡ്രോൺ ഫാക്ടറികളും അമേരിക്ക ഇതിനകം തന്നെ തകർത്തു കഴിഞ്ഞു എന്നതാണ് വാസ്തവം. വിനാശകരമായ ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നാറ്റോ ഇപ്പോൾ. പരിക്കേൽക്കുന്ന സൈനികരെ ഒഴിപ്പിക്കാനുള്ള വലിയ അഭ്യാസ പ്രകടനങ്ങൾ ജർമ്മനി ആരംഭിച്ചു കഴിഞ്ഞു. യൂറോപ്പിൽ നിന്നുള്ള US വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞു. IRGC എന്ന അടിച്ചമർത്തൽ ശക്തി സ്വന്തം ജനതയുടെ സമാധാനവും ജീവനും പണയം വെച്ചാണ് ഈ യുദ്ധക്കളം ഒരുക്കുന്നതെന്ന് ഓർക്കണം. ഇരുട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ഇറാൻ ജനതയ്ക്കൊപ്പമാണ് ലോകം നിൽക്കേണ്ടത്. അല്ലാതെ അവരെ ഈ ദുരവസ്ഥയിൽ എത്തിച്ച ഭരണകൂടത്തിനൊപ്പമല്ല. ന്യൂസ് ഡെസ്ക് മലയാളം.